നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കമ്പനിക്ക് എന്ത് വേണം? വർക്ക് ചെയ്യാൻ വേണ്ടി ആൾക്കാർ വേണം, ഹ്യൂമൻ റിസോഴ്സസ്. അവരുടെ കയ്യിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സർവീസ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ നമ്മളൊരു പ്രോഡക്റ്റ് സെല് ചെയ്യുന്ന കാര്യമാണ് ഉദാഹരണമായിട്ട് പറഞ്ഞത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും നന്നായിട്ട് ഫ്ലറിഷ് ചെയ്ത് കഴിഞ്ഞ ഒരു ഫീൽഡാണ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയാണ് ഈ സർവീസ് സെയിൽസ് എന്ന് പറയുന്നത്. ഈ സർവീസ് സെയിൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഓല, ഊബർ, സൊമാറ്റോ, സ്വിഗ്ഗി, ഇവരെല്ലാവരും ഓഫർ ചെയ്യുന്നത് സർവീസാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, സ്വന്തമായ ഒരു വാഹനം പോലും ഇല്ലാതെ ഊബറൊക്കെ ലോകത്തിലെ ഏറ്റവും വലിയ ക്യാബ് സർവീസസ് പ്രൊവൈഡർ ആകുക എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അപ്പൊ അവർക്കെല്ലാം ഉള്ളത് എന്താണ്? ഒരു സിസ്റ്റം, റൈഡ് മാനേജ്മെന്റ് സിസ്റ്റം, അല്ലെങ്കിൽ ക്യാബ് സർവീസസ് മാനേജ്മെന്റ് സിസ്റ്റം. അല്ലാതെ ക്യാബ്സ് അല്ല അവർക്ക് സ്വന്തമായിട്ടുള്ളത്. അതുപോലെ നമ്മൾ റിയൽ എസ്റ്റേറ്റ് പോലുള്ള വലിയ ഫീൽഡുകൾ എടുത്തു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് കമ്പനികളിൽ പലതും സ്വന്തമായി പ്രോജക്റ്റുകളോ സ്വന്തമായി അപ്പാർട്ട്മെന്റോ ഫ്ലാറ്റോ എന്താ പറയുന്ന വില്ലകളോ ഒന്നും കൺസ്ട്രക്ട് ചെയ്യാത്തവരാണ്. നമുക്ക് സെയിൽസ് കഴിഞ്ഞു, നമുക്ക് കാശ് വരാൻ തുടങ്ങി. അപ്പൊ നമ്മുടെ മൊത്തവും ചെലവ്, ഈ ആൾക്കാരുടെ ശമ്പളം, നമ്മുടെ പ്രോഡക്റ്റ് ഉണ്ടാക്കിയതിന്റെ ചെലവ്, അത് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയ ചെലവ്, ഇതെല്ലാം കണക്ക് കൂട്ടി ഇതെല്ലാം കൂടെ 100 രൂപയാകുന്നു. നമ്മൾ പ്രോഡക്റ്റ് വിറ്റപ്പോ നമുക്ക് 120 രൂപ കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലാഭം എന്ന് പറയുന്നത് 20 രൂപയാണ്. ഇനി ഈ കോസ്റ്റ് എല്ലാം കൂടി, ഇതിനൊക്കെ നമുക്ക് പ്രോഡക്റ്റിന്റെ മാത്രം ഇപ്പൊ നമുക്ക് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ട ചെലവ്, അല്ലെങ്കിൽ പ്രോഡക്റ്റിന്റെ ചെലവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സർവീസിന്റെ ചെലവ് എന്ന് പറയുന്നത് 100 രൂപയാണ്. അപ്പൊ നമ്മൾ 120 രൂപയ്ക്ക് സാധനം, അപ്പൊ 20 രൂപ ലാഭം കിട്ടുന്നു എന്ന് നമ്മൾ വിചാരിച്ചാൽ അവിടെ തെറ്റാണ്. കാരണം പ്രോഡക്റ്റിന് മാത്രമല്ല കോസ്റ്റ് വരുന്നത്, നമ്മൾ എംപ്ലോയ് ചെയ്യുന്ന നമ്മളെ ആൾക്കാരുടെ കോസ്റ്റ് വരുന്നുണ്ട്, നമ്മുടെ മാർക്കറ്റിംഗ് കോസ്റ്റ് വരുന്നുണ്ട്, നമ്മുടെ റെന്റ് വരുന്നുണ്ട്, ഇലക്ട്രിസിറ്റി ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കണക്കാക്കിയിട്ട് വേണം നമ്മൾ അതിന്റെ ലാഭം കണക്കാക്കാൻ. അപ്പൊ ഇതെല്ലാം കണക്ക് കൂട്ടും. അതിന് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ അക്കൗണ്ട്സ് നോക്കുന്ന ഒരാൾ വേണം. എത്ര ഇമ്പോർട്ടന്റ് ആണ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് മനസ്സിലാക്കുക. അല്ലെങ്കിൽ അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ലാർജ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഫോർകാസ്റ്റ്, ഒരു കാഴ്ചപ്പാട് അക്കൗണ്ട്സിനകത്തുണ്ടാകുന്നതിനെയാണ് നമ്മൾ ഫിനാൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു വർഷത്തെ ഈ ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾക്ക് ഇത്ര കോടി രൂപ ലാഭം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റുകാർ പറയും, അവര് കണക്കൂട്ടിട്ട് പറയും അതിന് ഇത്ര പ്രോഡക്റ്റ് വിൽക്കണം. അപ്പോൾ ഇത്ര പ്രോഡക്റ്റ് വിൽക്കണമെന്നുണ്ടെങ്കിൽ അതിന് എത്ര എംപ്ലോയീസ് വേണം, അതിന് എത്ര രൂപ മാർക്കറ്റിങ്ങിന് സ്പെൻഡ് ചെയ്യണം. ഇതെല്ലാം ഫിനാൻസും അക്കൗണ്ട്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഒരു ബിസിനസ്സിന് അടിസ്ഥാനപരമായിട്ട് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 4 ഡിപ്പാർട്ട്മെന്റുകളെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചത്.